കൊണേശനെ ഒറ്റിയതാര്? ഇപ്പോൾ കൊട്ടാരക്കര കോഴിയും സംഘവും ഒരു വിദഗ്ധ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇതാണ്. തൻ്റെ പ്രതിദിന ഓയിൽ ചേഞ്ച് പരിപാടി തൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് ആരാണ് ഒറ്റിക്കൊടുത്തത്? തൻ്റെ സഹായികൾ ഇതുപോലൊരു സ്ത്രീയുമായി അവിടെ ഉച്ചയ്ക്ക് എത്തുകയും താൻ അവിടെ എത്തുകയും അതുപോലെ കലാപരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഔപചാരികമായ ആമുഖ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് കാര്യപരിപാടിയിലേക്ക് കടക്കാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ തൻ്റെ ഭാര്യയെ അവിടെ രംഗത്തിറക്കിയത് ആരാണ് എന്നാണ് ഗണേശൻ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യമേ വല്ലതുമാണെങ്കിൽ ഗണേശൻ ഇത് അറിയില്ലായിരുന്നു. ഗണേശൻ തൻ്റെ സർവസ്വവും സകല ശ്രദ്ധയും തൻ്റെ കലാപരിപാടിയിൽ മുഴുകി പുറം ലോകത്താർ എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്ന ഒരു അവസ്ഥയിൽ എത്തി നിന്ന സമയം തന്നെ തൻ്റെ രണ്ടാം ഭാര്യയെ അവിടെ ഇറക്കി തൻ്റെ ആ കലാപരിപാടിയുടെ ദൃശ്യങ്ങൾ തത്സമയം പകർത്താൻ സഹായിച്ച തൻ്റെ സ്വന്തം കൂടെ നിന്ന ആ കുതികാലി വെട്ടി ആരാണ് എന്നാണ് കൊട്ടാരക്കര കൊണേശൻ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യമല്ലേ? തൻ്റെ വീട്ടിലായിരുന്ന 2-3 മാസം മുമ്പ് തന്നെ യാതൊരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുന്ന ഭാര്യയ്ക്ക് എങ്ങനെ വിവരം കിട്ടും? ആര് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗണേശന്റെ രണ്ടാം ഭാര്യ അവിടെ ആ നട്ടുച്ചയ്ക്ക് അപ്രതീക്ഷിതമായി എത്തിയത്? ഗണേശനെ കുഴക്കുന്ന ഏക ചോദ്യം അതാണ്. താൻ വളരെ വിശ്വസ്തനായി കൊണ്ടു നടക്കുന്ന ഡ്രൈവർ ശാന്തനും പ്രദീപും മനോജും ഇത്തരം കള്ളവടി പരിപാടികൾക്ക് കീഴുട്ട തറവാട്ടിൽ എത്തുമ്പോൾ തൻ്റെ ഒപ്പം തൻ്റെ ചങ്കുകളായ തൻ്റെ ആത്മാർത്ഥത ഉള്ള സുഹൃത്തുക്കൾ എന്ന് കരുതുന്ന ഇവരെ മാത്രമാണ് ഇദ്ദേഹം കൂട്ടാറ്. ഇത്തരം ഉൾപാർട്ടി ചർച്ചകൾ നടക്കുമ്പോൾ ജാഗരൂകരായി വെളിയിൽ ഇവരുണ്ടാവും. ഇവരിൽ ആരാണ് തന്നെ ചതിച്ചത്? ശാന്തനോ, പ്രദീപോ, മനോജോ? ഗണേശന്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട്, മനോജ്, എൻ്റെ പൊന്നു ചേച്ചി, ഇത് നമ്മുടെ വീടല്ലേ, ചേച്ചി ഒന്ന് അടങ്ങ്, ക്ഷമിക്ക്, നമ്മുടെ സാറിന് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ അവർ പറയുന്നു എന്ന് പറയുന്നുണ്ട്. മനോജ് ഇപ്രകാരമെല്ലാം സാറിനെ രക്ഷിക്കുവാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത് പിങ്ക് പോലീസ് വന്നപ്പോഴത്തേക്കും ഡ്രൈവർ ശാന്തൻ ആ കൊണ്ടുവന്ന ആ യുവതിയും കൂടെയുള്ള ആളും രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഗണേശന്റെ ചോദ്യചിഹ്നം, ഗണേശന്റെ ഏറ്റവും വലിയ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് പറയുന്നത്, തൻ്റെ കൂടെ ഇതുപോലെ വെടിവഴിപാടിന് വർഷങ്ങളായി കൂടെ നടക്കുന്നവന്മാർ ഒറ്റിത്തുടങ്ങിയിരിക്കുന്നു. ആ കൃത്യസമയവും മുഹൂർത്തവും സന്ദർഭവും വരെ തൻ്റെ ഭാര്യയെ അറിയിച്ചത് കൊണ്ടല്ലേ അവർ ഓർക്കാപ്പുറത്ത് ഇത് വന്ന് കാണുകയും ഇത് പിടിക്കപ്പെടുകയും ഇത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തത് എന്നാണ് ഗണേശൻ പറയുന്നത്. ഗണേശൻ്റെ വിഷമത്തിനും കഴമ്പുണ്ട്. കാരണം ഈ ചതിയിൽ വഞ്ചന കാണിച്ചവൻ ആര് തന്നെയാണേലും അവന് ശാപം കിട്ടും എന്നാണ് കീഴൂട്ടുണ്ണി പറയുന്നത്. ഇനി നമുക്ക് കാണാൻ പോകുന്നത്, ഇത്രയും വലിയ ഒരു അവസരം വീണ് കിട്ടിയിട്ടും അതിനെ ഉപയോഗിക്കുവാൻ അറിയാത്ത, യാതൊരു കാര്യപ്രാപ്തിയുമില്ലാത്ത കേരളത്തെ നിർജീവമായ ആ പ്രതിപക്ഷത്തെ ഗുണവും മണവുമില്ലാത്തവന്മാരുടെ ചില പ്രതികരണങ്ങളാണ്. നോർക്കുക, 2013 ഇപ്രകാരം ഒരു വിഷയം വന്നപ്പോൾ, യാമിനി തങ്കച്ചി ഇപ്രകാരം ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ LDF-ഉം CPM-ഉം എന്തൊരു വലിയ വിവാദമാണ് ഈ സംസ്ഥാനത്തുണ്ടാക്കിയത്. കേരളം തന്നെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു. ഒടുവിൽ കൊട്ടാരക്കര കോഴിക്ക് അന്നും ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ UDF-ന് അവനെ ചേർത്ത് നിർത്താൻ സാധിച്ചില്ല. പിടിച്ചപിടിയാലെ ഇടതുപക്ഷം ആ കൊട്ടാരക്കര കോഴിയെ കൊണ്ട് അന്ന് രാജിവെപ്പിച്ചു. ഇന്ന് കാണുക, അതേസമയം എത്ര ലാഘവത്തോടെ 24 മണിക്കൂർ ദൈർഘ്യം പോലും ഈ ഒരു വിവാദത്തിന് ജീവൻ കൊടുക്കുവാൻ ഇവർക്ക് പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഈ വിവാദം എരിഞ്ഞ് ചാമ്പലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു നല്ല പ്രതിഷേധം പോലും, ഒരു വിത്തുകാളയുമായി ഇവൻ്റെ വീട്ടിലേക്ക് ഒരു മാർച്ച് നടത്തുവാൻ പോലും ഇവിടെ
ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എത്ര ശോകമൂകമായ, എത്ര തണുപ്പൻ മട്ടിലുള്ള പ്രതികരണങ്ങളാണ് ഇവർ നടത്തിയത് എന്ന് നിങ്ങൾ കാണുക. ഈ പ്രതികരണങ്ങൾ കണ്ട ശേഷം കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയുമായി നമുക്ക് വരാം. ആദ്യം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കാണാം. ഒരു മന്ത്രിക്കെതിരെ ഇത്രയും ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത് വ്യക്തിപരമായ ഒരു കാര്യമോ കുടുംബകാര്യമായി മാത്രം നമുക്ക് അതിനെ കുറച്ച് കാണാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഗാർഹിക പീഡനം ഉൾപ്പെടെ, യുവതിയെ മർദ്ദിക്കൽ ഉൾപ്പെടെ ഉള്ള ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടും 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിലൊന്നും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമോ? കേരളത്തിൻ്റെ ഒരു മന്ത്രിയല്ലേ, ഇതൊക്കെ ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. അതാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അല്ലാണ്ട് അവർ തമ്മിൽ സംസാരിച്ച് ഞങ്ങൾ പ്രശ്നം തീർത്തു എന്ന് പറയുന്നത് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിയുടെ രാജി നേരത്തെ ആവശ്യപ്പെട്ടത്. ഇപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി അടക്കമുള്ള സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയതാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. ഇത് നമ്മളറിയേണ്ട കാര്യമില്ല. ഒത്തുതീർപ്പ് അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് നിയമപരമായ തെറ്റായ കാര്യമാണ്, അധാർമികമായ കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ധാരാളം നിയമപ്രശ്നങ്ങൾ ഇൻവോൾവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അതും ആരാണ്? കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ്. ഒരു മന്ത്രിക്കെതിരായിട്ടാണ് ഈ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതങ്ങനെ ഫോണിൽ സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ തീർത്തു എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിന്റെ പ്രതിഷേധത്തോടുകൂടി അവസാനിക്കുമോ? അതെങ്ങനെ അവസാനിക്കുന്നത്? അതെങ്ങനെ അവസാനിക്കും? ആ പ്രതിഷേധം തുടരുമല്ലോ. അത് അവസാനിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് 112 വിളിച്ചു പറഞ്ഞ് സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് വന്നു. പക്ഷെ പോലീസ് അപ്പോൾ അവിടെ തിരിച്ചു പോയി. അപ്പോൾ പോലീസിന് തിരിച്ചു പോകാൻ ആര് പറഞ്ഞു? ഇത്തരം നിരവധി കാര്യങ്ങൾ ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ ഉള്ളത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഇത്തരം ഒരു ഈ രീതിയിൽ ഒരു അവിഹിത ബന്ധത്തിൽ കൂട്ടുനിൽക്കുന്ന നിയമപരമായിട്ടൊരു വസ്തു തന്നെ. അതല്ല ഇതിനകത്ത്. അത് ഞാൻ പറഞ്ഞു, ധാരാളം നിയമപ്രശ്നങ്ങൾ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തു എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ അവർ വ്യക്തിപരമായ കാര്യം. അതിൽ അന്തർലീനമായിട്ടുള്ള നിയമപരവും ധാർമ്മികവുമായ കാര്യങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ? സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ? അങ്ങനെ കേസ് ജയിച്ച് മായ്ച്ചു കളയാൻ കഴിയുമോ? ഈ സാറേ, ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് ഇപ്പൊ മാങ്കൂട്ടത്തിന്റെ ഒരു കേസിലാണെങ്കിലും പരാതി മുഖ്യമന്ത്രി തന്നെ എഴുതി വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ വിദേശത്ത് നടക്കം പരാതി മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ച് നടപടി എടുത്തു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ എല്ലാം ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും മറുപടി പറയേണ്ട കാര്യമാണ്. ഇവരൊക്കെ ഇത്രയും കാലം പറഞ്ഞിരുന്നതിന് വ്യത്യസ്തമായ നിലപാട് ഇവിടെ എടുക്കുകയല്ലേ? ഏതായാലും മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ UDF കാലത്ത് ഇത്ര ആരോപണം ഉണ്ടായപ്പോൾ UDF മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു സ്ഥിരം ഹാബിച്വൽ കുറ്റവാളിയാണ് ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ അങ്ങനെ ആർക്കും വിധി എഴുതാനൊന്നും തയ്യാറാവുന്നില്ല. അന്ന് ഉമ്മൻചാണ്ടി രാജി എഴുതി വെച്ചതും സമാനമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ സ്പാർക്ക് DA വിവാദത്തിൽ ഇപ്പോ ലംഘനം നടന്നിട്ടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രതികരണം? ഹൈക്കോടതിയുടെ വിധിന്യായം മുഴുവൻ കിട്ടിയിട്ടില്ല. അത് വായിക്കട്ടെ. ഏതായാലും ഞങ്ങൾ അതിന് മേൽക്കോടതിയിൽ അപ്പീലായി പോകും. ഡിവിഷൻ ബെഞ്ചിലേക്ക് ഞങ്ങൾ അപ്പീലുമായിട്ട് പോകും. അത് സുപ്രീം കോടതിയിലെ നിരവധി വിധികളുണ്ട്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. അതിന് കോടതി തടയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. താൽക്കാലികമായി തടഞ്ഞു. ഇപ്പം വിശദമായ വാദം കേട്ടിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണെന്നാണ് പറയുന്നത്. നല്ല ഭരണമാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. അത് കോടതിയല്ലോ തീരുമാനിക്കുന്നത്. അത് ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങളുടെ കോടതി തീരുമാനിക്കാതിരിക്കുകയാണ് നല്ല ഭരണമാണോ അല്ലയോ എന്നുള്ള. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല, അത് ജനങ്ങൾ തീരുമാനിക്കും. ഇവിടെ ഞങ്ങൾ സുപ്രീം കോടതിയാണ്, ഡിവിഷൻ ബെഞ്ചിൽ. ഇത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ കൊടുക്കുന്ന കാര്യം ഞങ്ങൾ നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ കാണാതെ പോയ KPCC പ്രസിഡന്റിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. സണ്ണി ജോസഫിനെ ഇന്ന് രാവിലെ
എവിടെ നിന്നോ കണ്ടുകെട്ടിയിട്ടുണ്ട്. കൊട്ടാരക്കര കോഴിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇനി സണ്ണിക്കുട്ടൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അപ്പൊ അത് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്തരം പ്രവൃത്തികൾ ചേർന്നതാണോ? ധാർമ്മികതയെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഈ കാര്യത്തിലെ നിലപാട് എന്താണ്? തനിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ചും ആ സ്ത്രീയാണ് ഇന്നലെ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്, മലയാളത്തിലും ഇംഗ്ലീഷിലും പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. പോലീസിനെ വിളിച്ചത് അവരാണ്. മുഖ്യമന്ത്രിയുടെ മകളെയും മുൻ DGPയെയും അവരുടെ ബന്ധു കൂടിയായ DGPയെയും വിളിച്ചത് സഹായം തേടിയത് അവരാണ്. പോലീസ് അവിടെ എന്തിനെത്തി? ഇങ്ങനൊരു സംഭവമില്ലായിരുന്നെങ്കിൽ മന്ത്രിക്ക് എസ്കോർട്ട് പോകാൻ പോയ പോലീസല്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഗവൺമെന്റും കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും അവരൊക്കെ മറുപടി പറയട്ടെ. അവരുടെ കാഴ്ചപ്പാടെന്താണ്, നിലപാടെന്താണെന്ന് അവർ വിശദീകരിക്കട്ടെ. ഇതങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ സെറ്റിൽമെന്റ് ആണോ CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും ആഗ്രഹിക്കുന്നത്? അവർക്ക് അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തുവാകാം. ഇതിനു മുമ്പും ഗണേഷ് കുമാറിനെതിരെ പരാതി വന്നിട്ടുണ്ട്. അത് UDF-ന്റെ കാലത്തുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ വെടക്കാക്കി അവർ തനിക്കാക്കി. ഇപ്പോൾ ആ സ്വഭാവവും ആ പരാതിയും ആവർത്തിക്കുകയാണ്. അതിനെ മാപ്പാക്കി അവർക്കാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെയും പാർട്ടിയുടെയും CPM പാർട്ടിയുടെയും വഞ്ചനയാണ്, ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഇരട്ടത്താപ്പിന് അപ്പുറത്തുള്ള ജനവഞ്ചനയാണ് പുറത്തു വരുന്നത്. ഈ മാറി നിന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് സ്വയം മാറി നിന്ന് ജനങ്ങളെ അവർ കോടതിയിലേക്ക് പോട്ടെ എന്നറിയപ്പെടുന്നുണ്ട് ഗണേഷ് കുമാർ. അദ്ദേഹം രാജിവെക്കണം. രാജിവെക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ആർജവം കാണിക്കണം. ഇനി ഈ വിഷയത്തിൽ സ്പീക്കർ ഷംസീറിന് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കാം. ഷംസീർ വളരെ കാര്യപ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി മന്ത്രിസഭ വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളാണ് വിധികർത്താക്കൾ. ജനങ്ങളാണ് ഈ വിഷയത്തിൽ യഥാർത്ഥ വിധികർത്താക്കളായി മാറേണ്ടുന്നത്, വിലയിരുത്തേണ്ടുന്നത് എന്നാണ്. ഷംസീറിന്റെ വാക്കുകൾ കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ യോജിച്ചു പോകുന്നു അവരെന്നെ പറഞ്ഞു. അതോടെ ആ പ്രശ്നം അവസാനിച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രശ്നമായി അത് മാറും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങളായിട്ട് രാഷ്ട്രീയ പ്രശ്നമാക്കണ്ട. നിരന്തരം സദാചാര പ്രശ്നങ്ങളിൽ പെടുന്ന ഒരാൾക്കെതിരെയാണല്ലോ ആരോപണം ഉയർന്നത്. സ്വാഭാവികമായിട്ട് അത് സഭയുടെ ഒക്കെ ഒരു അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമല്ലേ? ഇനിയിപ്പോൾ ഏതായാലും സഭ ഇപ്പോൾ ഇല്ല, തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 2-3 ദിവസം കൊണ്ട് ഇലക്ഷൻ വരും. പിന്നീട് വി ക്യാൻ ലീവ് ഇറ്റ് ടു പീപ്പിൾ. അവർ തീരുമാനിക്കട്ടെ. ജനാധിപത്യത്തിൽ യജമാനന്മാർ ജനങ്ങളാണല്ലോ, അവർ തീരുമാനിക്കട്ടെ. നമ്മളിപ്പോൾ അതിനകത്ത് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല. സ്പീക്കർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടി എന്നെ സ്പീക്കറായി തീരുമാനിച്ചു. സ്വാഭാവികം അൺബയസ്ഡായി പ്രവർത്തിക്കണം. എൻ്റെ പൂർണ്ണ ബോധ്യം സഭക്കകത്ത് അൺബയസ്ഡായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൺബയസ്ഡായി, ഞാനൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്, സ്വാഭാവികം എനിക്ക് രാഷ്ട്രീയം പറയേണ്ടി വരും. സ്വാഭാവികമായി ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു ഇലക്ഷൻ പ്രോസസ്സിലേക്ക് പോവാണ്. നമ്മൾ ജനങ്ങൾക്ക് ഇവിടെ, അതിന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ ഷംസീർ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പത്തനാപുരത്തെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടുന്നത്. ഇതുപോലെ ഒരു അധമനായ ഒരു ജനപ്രതിനിധിയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു മനുഷ്യന് ഒരബദ്ധം പറ്റാം. ഒരു ചെറുപ്രായമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരമുള്ള ചോരത്തിളപ്പുള്ള പ്രായത്തിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക സ്വാഭാവികം. അപ്രകാരം ഒരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് ക്ഷമിക്കാം. എന്നാൽ ഏതാണ്ട് 10-65 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും അടങ്ങാത്ത ലൈംഗിക ദാഹവുമായി നടക്കുന്ന ഈ ഞരമ്പ് രോഗിയെ പത്തനാപുരംകാർക്കിനി ഒരു പ്രതിനിധിയായി വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇവൻ്റെ ആദ്യ ഭാര്യയെ യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ പിറന്ന നല്ലൊരു ഡോക്ടറെ വിവാഹം കഴിച്ചു. എല്ലാ ദിവസവും ഇതുപോലെ ഇവൻ്റെ അവിഹിത ബന്ധങ്ങളും നാറിയ വാർത്തകളും കണ്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് സീരിയൽ നടിയുടെ ഭർത്താവ് വന്ന്
സ്വന്തം ഭർത്താവിനെ ചവിട്ടിക്കൂട്ടി അവൻ്റെ കാലിൽ പിടിച്ച് മൂങ്ങുന്ന ഒരു ഭർത്താവിനെ കണ്ട ആ സ്ത്രീ അവരത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞു. ഇവൻ്റെ ശാരീരിക പീഡനത്തെക്കുറിച്ച് പറഞ്ഞു. സ്വന്തം വീട്ടിൽ ഗുണമില്ലാത്ത, സ്വന്തം മക്കളെ നോക്കാത്ത ഈ പനനാണോ നാടിനെ നോക്കുന്നത് എന്ന് പത്തനാപുരംകാർ ചിന്തിക്കേണ്ടുന്ന സമയമായി. ഈ ഞരമ്പ് രോഗിയെ നിങ്ങൾ അന്ന് ആ യാമിനി തങ്കച്ചിയുടെ കണ്ണുനീര് കാണാതെ അത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ പന്നനെ നിങ്ങൾ വീണ്ടും വിജയിപ്പിച്ചു വിട്ടു. അതിനുശേഷം വീണ്ടും ഇതാ അടുത്ത യുവതി ഇവൻ്റെ ഇരയിൽ വീണു. അവരും ഇവൻ്റെ ഇതുപോലെയുള്ള ആഭാസതരങ്ങൾ നേരിൽ കണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നമ്മുടെ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ ആ നിയമസഭയിലേക്ക് ഇതുപോലെയുള്ള സർട്ടിഫൈഡ് ചെറ്റകളും ഞരമ്പ് രോഗികളുമാണോ തുടർച്ചയായി പോകേണ്ടുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇവൻ്റെ ഏകധൈര്യം എന്ന് പറയുന്നത് ഞാൻ എന്ത് ആഭാസതരങ്ങൾ കാണിച്ചാലും, ഞാൻ എവിടൊക്കെ ചെറ്റ പൊക്കാൻ പോയാലും പത്തനാപുരംകാർ എനിക്ക് പരിചയമായി കൂടെയുണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. ഈ ആഭാസനെ വീണ്ടും കയറ്റിയാൽ ഇവൻ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് വരെ ഈ ആ ഭാര്യയെ കൂടെ നിർത്തത്തുള്ളൂ. ഇവൻ അത് കഴിഞ്ഞാൽ മൂന്നാമതോ നാലാമതോ അടുത്തതിനെ കൊണ്ടുവരും. വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ വീണ്ടും ഇവൻ്റെ ഇതുപോലെ അവൻ്റെ ആ ഭാര്യ തന്നെ വന്ന് വീണ്ടും ഇവൻ്റെ ഈ ആഭാസതരങ്ങൾ കണ്ടു എന്ന് നമ്മളോട് വിളിച്ചു പറയും. അന്നും എല്ലാവരും ഇളിഫിരാകും. ഇവൻ അന്നും അഭിനയിച്ച് തിമിർക്കും. ഇവൻ സിനിമാ വെള്ളിത്തിരയിൽ മാത്രമല്ല അഭിനേതാവ്, ഇവൻ കുടുംബത്തിലും നാട്ടിലും സകലയിടത്തും നല്ല ഒരു അഭിനേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ സർട്ടിഫൈഡ് ചെറ്റയെ പത്തനാപുരംകാരെ നിങ്ങൾ യാതൊരു കാരണവശാലും ഗോവിന്ദച്ചാമിയെ ജയിപ്പിച്ചു വിട്ടാലും ഈ ആഭാസനെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കരുത് എന്ന് മാത്രമാണ് നമുക്കുള്ള അപേക്ഷ. ഇവനെ പിണറായി ഒന്നും ചെയ്യില്ല. കാരണം ഇരട്ട നീതിയുമായിരിക്കുന്ന രാഹുലിൻ്റെ ആ വിഷയം വന്നപ്പോൾ പരാതിക്കാരി ഇവിടെ ഇല്ലായിരുന്നിട്ട് പോലും വെറും ഊമക്കത്തിൻ്റെ പേരിൽ കേസുകൾ എടുപ്പിച്ച ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് എനിക്കെതിരെ 4 കേസുകൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ ഈ നാണം കെട്ട പിണറായിക്ക് ഇതുപോലെ ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ, യഥാർത്ഥത്തിൽ ഇവൻ്റെ സഹായികളായ PS-മാരും ഇവൻ്റെ ആ ഭാര്യയുമൊക്കെ ആ വാളകത്തെ അധ്യാപകൻ ഉണ്ണികൃഷ്ണനുണ്ടായ ഓർക്കാമല്ലോ. അന്ന് ആ അധ്യാപകന്റെ ആസനത്തിൽ ആപ്പടിച്ച് കയറ്റി. അതുപോലെ ഇവനെതിരെ സംസാരിച്ചാൽ ആസനത്തിൽ ആപ്പടിച്ച് കയറ്റുമെന്ന് ഭയന്നാണ് ഇവൻ്റെ കൂടെയുള്ള PS-മാരും ഇവൻ്റെ ഭാര്യയും ഒക്കെ ഇന്നിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പത്തനാപുരത്തെ ജനങ്ങൾ ഇവൻ്റെ അണ്ണാക്കിൽ തന്നെ ആപ്പടിക്കുക, അതിന് നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.